നമ്മുടെ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ എന്താ പറയുക ഇപ്പോഴത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ പറയുക അദ്ദേഹം ചെയ്ത തെറ്റ് ന്യായീകരിക്കില്ല. അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം പൊതുനിരത്തിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള എന്താ പറയുക മറ്റൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള അശ്രദ്ധമായ രീതിയിലുള്ള വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിനോട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ പറയുക അത് ഒരു അംഗീകരിക്കാൻ പറ്റില്ല. അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ആജീവനാന്തം കട്ട് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പെർമിറ്റ് ഒരു വർഷത്തെ കട്ട് ചെയ്തു. വണ്ടിയുടെ പെർമിറ്റ് കട്ട് ചെയ്ത കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്താ പറയുക ഒരു പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗായ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വണ്ടി എന്നുള്ളത് ഒരു അത്യാവശ്യ ഒരു അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്ത് പുറത്ത് പോകണമെങ്കിൽ അതിൻ്റെ ലൈസൻസോ കാര്യങ്ങളില്ല, അത് വളരെയധികം ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും വണ്ടി ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകം തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാർഗ്ഗം തന്നെയാണ് ഒരു വാഹനം അതേപോലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനെ കൊടുത്ത് ഈ ഒരു ശിക്ഷ എന്താ പറയുക കുറച്ച് കൂടിപ്പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ പറയുക ബാക്കിയുള്ള ആളുകൾ കൊടുത്ത രീതിയിൽ ഇത് ഫൈനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പണിഷ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും അത് നമുക്ക് എന്താ പറയുക കുറച്ചൊരു പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലൊരു തീരുമാനമായിപ്പോയി. മാത്രമല്ല ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു, അതായത് മന്ത്രി ഗണേഷ് കുമാർ സാർ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് പരിശോധിച്ച് അതിനകത്തുള്ള എന്താ പറയുക എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും വീഡിയോസ് വരെ റിമൂവ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും കണ്ടു. അതുപോലെ തന്നെ ശേഷം മറ്റൊരു വീഡിയോ കണ്ടു, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് 9ഓളം വീഡിയോസ് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ കണ്ടു. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എന്താ പറയുക അദ്ദേഹത്തിനെ തന്നെ ഒരു ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എന്താ പറയുക ചെയ്യുന്ന രീതിയിൽ ആണോ എന്നുള്ളവരെ തോന്നിപ്പോയി. അപ്പോൾ എന്തായാലും അദ്ദേഹം ചെയ്തൊരു തെറ്റ് തന്നെയാണ്, വീട്ടിൽ ന്യായീകരിക്കില്ല. അതിന് തക്കതായ ശിക്ഷയോ പണിഷ്മെൻറ്റോ കാര്യങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് അദ്ദേഹത്തിന് എന്താ പറയുക ചെറിയ രീതിയിലൊരു സസ്പെൻഡോ കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാം എന്നുള്ളത് നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും.